ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് ഹാർദമായി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. നാം പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയും കഴിഞ്ഞ വർഷത്തോട് വിട പറയുകയും ചെയ്യുന്ന ഈ പ്രത്യേകമായ നിമിഷങ്ങളിൽ ദൈവവചനത്തിൻ്റെ കേൾവി അങ്ങയ്ക്ക് ധാരാളം നന്മകൾ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തെ അധികരിച്ചുള്ള 271 എപ്പിസോഡിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. നാം 36 അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഇന്നും ചിന്തിക്കുവാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. 6 അധ്യായത്തിലെ 3 പ്രയോഗങ്ങൾ ഏശാവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 വാക്യത്തിൽ ഏദോം എന്ന ഏശാവിൻ്റെ വംശപാരമ്പര്യം ആവിത്, ഏദോം എന്ന ഏശാവ്. വീണ്ടും 8 വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഏദോം എന്നും പേരുള്ള ഏശാവ് എന്ന് നാം വായിക്കുകയാണ്. വീണ്ടും 43 വാക്യം അവസാനിക്കുമ്പോൾ നാം വായിക്കുന്നു ഏദോമ്യരുടെ പിതാവ് ഏശാവ് തന്നെ. ഏശാവിന് ഏദോം എന്ന പേര് വന്നതിൻ്റെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 25 അധ്യായത്തിൻ്റെ 29 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രസ്തുത തിരുവെടുത്ത് ശ്രദ്ധിച്ചു കേട്ടാലും. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിംപ്രദേശത്തു നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. 30 വാക്യം, ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ടവന് ഏദോം ചുവന്നവൻ എന്ന് പേരായി. 31 വാക്യത്തിൽ നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. ഏശാവ് യാക്കോബിനോട് സത്യം ചെയ്തു. തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയറുകൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ച് പാനം ചെയ്തെഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ത്തിൽ ചിന്തിക്കുന്ന ഒരു വിശ്വാസിക്ക് അല്പം ദുഃഖത്തോടെയും അതേസമയം ഞെട്ടലോടും കൂടെ മാത്രമാണ് ഈ തിരുവചന ഭാഗം ധ്യാനിക്കുവാൻ കഴിയുക. ഇവിടെ യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിനോട് സംസാരിക്കുകയും ഏശാവ് ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളയുകയും ചെയ്യുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഏശാവ് ക്ഷീണിതനാണ്. ആ സമയത്ത് യാക്കോബ് ഒരു പായസം വയ്ക്കുകയാണ്. അന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഏശാവ് യാക്കോബിനോട് ചോദിക്കുന്നു, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരയണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ ആ ചുവന്ന പായസം ചോദിച്ചത് കൊണ്ടാണ് അവന് ചുവന്നവൻ എന്ന അർത്ഥമുള്ള ഏദോം എന്ന് പേര് വന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നാം തുടർന്ന് കാണുന്നത് വ്യത്യസ്തമായ മറ്റൊരു ചിത്രമാണ്. ഇവിടെ ഇതാ സഹോദരൻ ചോദിച്ച ജ്യേഷ്ഠാവകാശത്തെ വളരെ ലാഘവത്വത്തോടെ കണ്ട് അത് വിറ്റുകളഞ്ഞ് താൻ ചുവന്ന പായസം കുടിച്ച് തൃപ്തിയടയുന്ന ചരിത്രമാണ് ഏശാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 32 വാക്യത്തിലേക്ക് വരുമ്പോൾ ഏശാവ് പറയുകയാ, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് ഏശാവിൻ്റെ പ്രത്യേകമായ താല്പര്യം തൻ്റെ ജ്യേഷ്ഠാവകാശത്തിലുപരി തൻ്റെ വിശപ്പിനോട് ആഹാരത്തോടാണ് എന്നുള്ളതാണ്. ഹൃദയത്തിലേക്ക് മത്തായി സുവിശേഷം 4 അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലെ വിഷയമാണ് കടക്കുന്നത്. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പിശാച് വന്ന് സംസാരിക്കുന്ന കാര്യം കാണുവാൻ സാധിക്കുന്നു. അവിടുന്ന് 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം നമ്മുടെ കർത്താവിന് വിശക്കുകയാണ്. 3 വാക്യത്തിൽ പരീക്ഷകൻ അടുത്തു വന്ന് കർത്താവിനോട് പറയുന്നു, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. അതിന് നമ്മുടെ കർത്താവ് അവൻ പറഞ്ഞത് കേൾക്കുകയല്ലായിരുന്നു, മറിച്ച് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അർത്ഥാൽ ഇവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ജഡമോഹവുമായി വരുന്ന പിശാചിനെ കാണുവാൻ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ,
ആ സമയത്ത് നമ്മുടെ കർത്താവ് വിജയിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് പരീക്ഷകൻ വന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ അടുക്കിലേക്കും പരീക്ഷകൻ വരും. എന്നാൽ ആത്മീയ നന്മകളെ, ആത്മീയമായ വിഷയങ്ങളെ വലുതായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെ മോഹങ്ങളെ നാം നിവർത്തിക്കുകയില്ല. ഇവിടെ ഇതാ ഏശാവിനെ സംബന്ധിച്ച് അവനുള്ള വലിയ നന്മ, ജ്യേഷ്ഠാവകാശമെന്ന വലിയ പദവി അവൻ അലക്ഷ്യമാക്കി കളയുകയും അവൻ ഒരു പായസത്തിനു വേണ്ടി കൈനീട്ടി നിൽക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് കാണുവാൻ കഴിയുന്നത്. ഒരു വർഷം നമ്മെ വിട്ടു പോകുകയും പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഒരു പുനർവിചിന്തനം നമുക്ക് ഏറെ ആവശ്യമുണ്ട്. ഏതെങ്കിലും ആത്മീയമായിട്ടുള്ള കൃപാവരങ്ങളിൽ നാം അലസരായിട്ടുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആത്മീയമായിട്ടുള്ള നന്മകളെ നാം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടോ? നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മീക വിഷയങ്ങളെ എങ്ങനെയാണ് അങ്ങ് വിലകൽപ്പിച്ച് കാണുന്നത്? അതോ ആത്മീയ വിഷയങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ലോകത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾക്ക്, ഇംഗിതങ്ങൾക്ക് അങ്ങ് ചെവി കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഏശാവിനെ പോലെ പിന്നീട് നഷ്ടം രേഖപ്പെടുത്തുന്നവനായി അങ്ങയെക്കുറിച്ചും രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. ഈ പ്രത്യേകമായ സമയത്ത് ഒരു പുനർവിചിന്തനത്തിലേക്ക്, ഒരു തിരിച്ചുവരവിലേക്ക്, ഒരു യാഥാർത്ഥ്യബോധത്തിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയണം. എൻ്റെ കർത്താവേ, ഒരിക്കലും ഏശാവ് ചെയ്തതുപോലെ എനിക്ക് അങ്ങ് തന്നിട്ടുള്ള പദവികളെ അലക്ഷ്യമാക്കി കളയുവാൻ എനിക്ക് ഇടയാകരുത്. മറിച്ച് എൻ്റെ ജീവിതത്തിൽ കർത്താവേ, ആത്മീയമായ വിഷയങ്ങളെ ഏറ്റവും വലിയ നന്മയായി കണ്ട് അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഒടുവിലത്തെ ശ്വാസം വരെ നിൽക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വർഗത്തിലെ ദൈവം അതിന് കൃപയൊരുക്കട്ടെ, വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ ഏശാവിനെ പോലെ ആത്മികമായതിനെ ചെറുതായി കാണുകയല്ല, മറിച്ച് ഏറ്റവും വലുതായി ദൈവിക വിഷയങ്ങളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആത്മീയമായി സമ്പന്നരായി തീരുന്നൊരു ജീവിതം നമുക്കുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വർഷത്തിൻ്റെ നന്മകൾ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ.